ജയിലിൽ നിന്നിറങ്ങിയ നിമിഷം മുതൽ കോൺഗ്രസിന് വേണ്ടി ഇടിമുഴക്കം പോലെ തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. 1, 2, 3 എന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയിൽ തന്നെ പൂട്ടിക്കെട്ടി ഇല്ലാതാക്കാൻ നോക്കിയ സകലർക്കും മുന്നിലേക്കാണ് മാങ്കൂട്ടം ആദ്യമേ തന്നെ നെഞ്ചുവിരിച്ചു നിന്ന് ഉത്തരം നൽകിയത്. അതിന് പിന്നാലെ വാങ്ങിയ സോപ്പ് ചീപ്പ് കണക്കുകൾ മുഴുവൻ നിരത്തി പ്രമുഖ മാധ്യമപ്രവർത്തക വന്നെങ്കിലും അതെല്ലാം വെറും ജലരേഖകളായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അപ്പോഴും അടൂർ പ്രകാശിനെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ നോക്കിയവർക്ക് നേരെ മാങ്കൂട്ടം ആർത്തലച്ച് പെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയമായി തിളച്ചു മറിയുന്നതിനിടയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്ന 16, 17 തീയതികളിൽ പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇടത് സഹയാത്രികരെ കണ്ടാൽ ഒരിക്കലും വിട്ടുകളയരുത് എന്ന സതീശന്റെ വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പാലക്കാട് CPMന്റെ കോട്ടയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ കോട്ട തകർന്നു വീഴുന്നത് നമ്മൾ കാണേണ്ടി വരികയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPMന്റെ അടിയുറച്ച കേന്ദ്രങ്ങളായ കൊല്ലത്തും കണ്ണൂരിലും പാലക്കാട്ടുമെല്ലാം അവർക്ക് കനത്ത നഷ്ടമാണ് സംഭവിച്ചത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ തിരുത്തണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ മാഷിന്റെ വികസന യാത്രയുടെ ചിറക് വടക്കൻ മലബാറിൽ വെച്ച് ഒടിഞ്ഞു വീണു. അവിടെ പാർട്ടി 2 തട്ടിലായതുപോലെ ഇന്ന് പാലക്കാടും വിമതസ്വരം CPMനെ ഇല്ലാതാക്കുകയാണ്. അവിടേക്കാണ് ഗോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥയും വരുന്നത്. ഈ ജാഥയ്ക്കായി എത്ര കോടി രൂപയാണ് പൊടിച്ചിട്ടുള്ളതെന്ന് കോടതി ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും സഖാക്കൾ ശരിക്കും ക്ഷ വരയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലേക്കാണ് VD സതീശൻ തന്റെ പുതുയുഗ യാത്രയുമായി പാലക്കാട്ടേക്ക് വരുന്നത്. ഷാഫി പറമ്പിലിലൂടെ UDF സീറ്റ് ഉറപ്പിച്ച പാലക്കാട് പിന്നീട് മാങ്കൂട്ടത്തിലൂടെ നിലനിർത്താൻ അവർക്ക് സാധിച്ചു. എന്നാൽ തികഞ്ഞ കോൺഗ്രസുകാരനായ മാങ്കൂട്ടം പാർട്ടിക്കായി വാദിക്കുമ്പോഴും അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമങ്ങൾ തുടരുകയാണ്. 1-2 കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു രഹസ്യമൊഴി കൂടി പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകുന്നുണ്ട്. എങ്കിലും സതീശന്റെ യാത്രയെ ആവേശത്തോടെയാണ് മാങ്കൂട്ടം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കാട്ടുന്നത്. കർഷക ജില്ലയായ പാലക്കാട്ടേക്ക് സതീശൻ എത്തുമ്പോൾ നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ കർഷകർക്ക് എന്ത് ചെയ്തു എന്ന ചോദ്യമായിരിക്കും അദ്ദേഹം പ്രധാനമായും ഉയർത്തുക. ഒപ്പം ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്ന മന്ത്രി റിയാസിനെതിരെയുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുമ്പോൾ ഇന്ന് ഗോവിന്ദൻ മാഷ് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറും. തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ CPMന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ. പാലക്കാട് നഗരസഭാ മണ്ഡലം കോൺഗ്രസിനൊപ്പമാണെങ്കിലും ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ LDFനൊപ്പമായിരുന്നു. ഈ ഘട്ടത്തിൽ CPM വിമതർ തീർക്കുന്ന പ്രതിരോധം തങ്ങൾക്ക് അനുകൂലമാക്കുവാനാണ് UDF ശ്രമിക്കുന്നത്. കർട്ടന് പിന്നിൽ നടന്ന ചർച്ചകൾ വിജയത്തിലെത്തിയതോടെ കളി കാര്യമാക്കാമെന്ന് വിമതരും തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതരും UDFും ചേർന്ന് ഇന്ത്യ മുന്നണിയായി ഭരണം പിടിച്ചെടുത്ത അതേ മാതൃക ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കാനാണ് നീക്കം. ഇതോടെ പാലക്കാടിന് പുറമെ 2-3 മണ്ഡലങ്ങൾ കൂടി ഇക്കുറി UDFനൊപ്പം എത്തുമെന്ന് ഉറപ്പിക്കാൻ കഴിയും.